നമ്മുടെ അവിടെ ഇൻസൾട്ട് എന്ന് പറയുന്നത് ഒരു പുള്ളിയുടെ കൂടെ പഠിച്ച ഒരുത്തം കയറി പണക്കാരനായി, ഗൾഫിലൊക്കെ പോയിട്ട് വലിയ പണക്കാരനായിട്ട് വന്നു. ഇവൻ ഇങ്ങനെ സാധാരണഗതിയിൽ മറ്റേ പത്രം ഇട്ട ആളുടെ കാര്യം പറഞ്ഞ പോലെ അങ്ങനെ നിൽക്കുക. ഈ ലോകത്ത് വേറെ ആര് പണക്കാരനായാലും പുള്ളിക്ക് കുഴപ്പമില്ല, ഇവൻ പണക്കാരനായാലും പുള്ളിക്ക് പ്രശ്നമുണ്ട്. അപ്പൊ ഈ പണക്കാരനായ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു വർക്ക് ഉണ്ടെങ്കിൽ അവന്റെ കൂട്ടുകാരൻ തന്നെ കൊടുക്കണം എന്ന് ഓർത്ത് വീട് പണിയാൻ നേരത്ത് ഇവനെ കൊണ്ട് കോൺട്രാക്ട് കൊടുത്തു. ഈ കോൺട്രാക്ട് എല്ലാം പണിയാൻ കൊടുത്തു. അപ്പൊ ഇവന്റെ സംബന്ധിച്ചിടത്തോളം ഓരോ കല്ലെടുത്ത് വെക്കുന്നതും പ്രാഗി നേർന്നിട്ടാണ്. കാരണം ഇവന്റെ കൂടെ പഠിച്ചവന്റെ വീടാ 2 നില 3000 സ്ക്വയർ ഫീറ്റ് നശിച്ചു പോണേ ദൈവമേ. 3000 സ്ക്വയർ ഫീറ്റിന്റെ വീട് വെക്കുവാണല്ലോ, ഒരു കല്ലെടുത്ത് വെച്ച് നശിച്ചു പോണേ ദൈവമേ. അടുത്ത കല്ലെടുത്ത് അത്രയും പ്രാഗി നേർന്ന ഇയാൾ പണിതുകൊണ്ടിരിക്കുന്നത്. മറ്റവനാണെങ്കിൽ ഭയങ്കര സ്നേഹം. ഇവനെ വീട്ടിൽ നിന്ന് സ്കൂട്ടറിൽ കൂട്ടിക്കൊണ്ട് വരും പണിസ്ഥലത്തേക്ക്, പണി കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുവിടും അങ്ങനെയൊക്കെ. അപ്പോൾ പണി കഴിഞ്ഞിട്ട് 2 സ്മോളൊക്കെ കൊടുത്തിട്ട് ഇവനെ വീട്ടിൽ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ജംഗ്ഷനിൽ വന്ന് ഇറക്കിയിട്ട് ഈ പണക്കാരനായ കൂട്ടുകാരൻ പുള്ളിയോട്, മറ്റവൻ 3-4 ആയപ്പോൾ തന്നെ പഠിത്തം നിർത്തിയിട്ടോ, വിദ്യാഭ്യാസം ഇച്ചിരി കുറവ്. അപ്പോൾ ഇവൻ കൊണ്ടുവിട്ടിട്ട് ഓക്കെ സീ യു ടുമാറോ എന്ന് പറഞ്ഞിട്ട് പോയി. ഈ കൂട്ടുകാർ ബാക്കി ആ ജംഗ്ഷനിൽ ഇരുന്നവർ ഇയാളെ ഒന്ന് ആളാക്കാൻ വേണ്ടിയിട്ട് വെറുതെ വന്നോടെന്ന് ചോദിച്ചു. എന്നാലും മറ്റവൻ പോയപ്പം അങ്ങനെ പറഞ്ഞത് മോശമായിപ്പോയി. ഇയാൾ ചോദിച്ചു എങ്ങനെ, ഞാൻ നിന്നോട് സീ യു ടുമാറോ എന്ന് പറഞ്ഞല്ലേ, അത് വളരെ മോശമാണ്. ഇയാൾ ചോദിച്ചു അത് മോശമാണോ? അല്ല പിന്നെ നിന്നെ പോലെ ഇത്രയും വർഷം കൂടെ പഠിച്ച ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് സീ യു ടുമാറോ എന്നും പറഞ്ഞുകൊണ്ട് അയാൾ പോയി, നീ അത് വെറുതെ കേട്ടോണ്ട് നിൽക്കുകയും ചെയ്തതിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട്. അതൊക്കെ വളരെ മോശമാണ്, അലമ്പാണ്, നിനക്കൊരു നാണം ഇല്ലാത്തതുകൊണ്ടാണ് നീ അത് കേട്ടോണ്ട് നിന്നതെന്ന് പറഞ്ഞപ്പോഴേ പുള്ളി അപ്പം തന്നെ ഒരു ഓട്ടോ വിളിച്ചിട്ട് മറ്റവൻ്റെ വീട്ടിൽ പോയി കോളിംബെല്ലടിച്ച് അവൻ ഡോറ് തുറന്നപ്പോൾ ഈ മുഖത്ത് നോക്കിയിട്ട് സീ യു ടുമാറോ നീ സീ യു ടുമാറോ എന്ന് പറഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ട് പോകുന്നു.